തുടർഭരണം ഉൾപ്പെടെ 10 വർഷം ഇവിടെ പിണറായി ഭരിച്ചപ്പോ സി പി എമ്മിന്റെ പ്രധാന നേതാക്കളുണ്ട്, കുറച്ചൊക്കെ നന്നായി പെരുമാറാൻ കഴിയുന്ന ആൾക്കാർ. അവരെ കൂടി അവതാളത്തിലാക്കിക്കൊണ്ട് സർക്കാരിനെ ഒരു വൻ പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ 5 വർഷത്തെ കുറച്ച് വൃത്തിയുള്ള ഒരു ഭരണം മാത്രമല്ല, പ്രകൃതി അവർക്ക് കനിഞ്ഞനുകിയിട്ടുള്ള സാഹചര്യം, ആ സാഹചര്യത്തേക്ക് മുതലെടുത്തുകൊണ്ട് തുടർഭരണം നേടിയപ്പോൾ ഇപ്പോഴത്തെ കോൺഗ്രസിൽ അടിക്കുന്ന പോലെ അടി അന്നേരം ഉണ്ടായിരുന്നു. ആ അടി കൂടി LDFന് അനുകൂലമായി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും തുടർഭരണം കിട്ടി. ആ തുടർഭരണത്തിൽ അഹങ്കരിച്ച് ഏകാധിപതിയായി നിന്നതിന്റെ ഫലമായി ഇപ്പോ പിണറായി എന്ന ഒരൊറ്റ വ്യക്തിയുടെ ആ ഭരണ മികവ് ബാക്കിയുള്ളവരെ കൂടി വഴിയാധാരമാക്കി. ഇനി പാർട്ടിയെ കൂടി നശിപ്പിച്ച് അടങ്ങൂ എന്ന നിലപാടിലേക്ക് പിണറായി വരുമ്പോൾ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. സത്യത്തിൽ CPM-നെതിരെയുള്ള ഒരു പടയൊരുക്കമല്ല ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. CPM സർക്കാർ എന്ത് ചെയ്തു എന്നാണ്? CPM സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൽ കുറച്ച് കൊള്ളക്കാരുണ്ടായിരുന്നു, കുറച്ച് അഴിമതിക്കാരുണ്ടായിരുന്നു. അഴിമതിക്കാരും കൊള്ളക്കാരും ഉണ്ട് എന്നതിന്റെ തെളിവാണ് സർക്കാർ മാറിയ ഉടനെ, അതായത് തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടു എന്ന് അറിഞ്ഞ ഉടനെ ഫയലുകൾ കത്തിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ തിരക്കിട്ട് ഫയലുകൾ കണ്ടെത്തുക, അത് കത്തിക്കുക, ഈ ഫയൽ നശിപ്പിക്കാൻ പറ്റുമോ നോക്കുക, അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കള്ളത്തരവും കൊള്ളയടിയും ഒന്നും നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്ര തിരക്ക് പിടിച്ചിങ്ങനെ ഫയലുകൾ നശിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുപോലെ മറ്റു പലരും ഇത് കത്തിക്കാനും കൊള്ളയടിക്കാനും വേണ്ടി കൂട്ടുന്ന ഉദ്യോഗസ്ഥർക്ക് പലരും പേടിച്ച് വേഗം നാടുവിടുന്നതും കണ്ടു. ഉള്ള ഫയലും എടുത്തുകൊണ്ട് പോകുന്നതും കണ്ടു. പലരും പല ഫയലുകളും മുഖ്യനായിട്ട് വാർത്തകൾ വന്നിരുന്നു, ചിത്രങ്ങൾ സഹിതം വീഡിയോകൾ സഹിതം വാർത്തകൾ വന്നിരുന്നു. അതായത് കൊള്ളയടിയെല്ലാം നടന്നു. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിലും പൊതുമരാമത്ത് വകുപ്പിന്റെ ഒരു വലിയ ഒരു വളർച്ച കഴിഞ്ഞ 5 വർഷം കൊണ്ട് നമുക്ക് കാണാൻ പറ്റി. അതായത് കേരളത്തിലെ റോഡുകളും പാലങ്ങളും മറ്റ് വികസന പദ്ധതികളും എല്ലാം കൃത്യമായി നടന്നു. സത്യത്തിൽ മുഹമ്മദ് റിയാസിന് ആകെ ചീത്തപ്പേര് കേട്ടത് ഇത്തരത്തിൽ ഏകാധിപതിയായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയുടെ മരുമകനായിപ്പോയി എന്നത് മാത്രമാണ്. ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റേത് സർക്കാരും ചെയ്തതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, വയനാട്ടിലേക്കുള്ള തുരങ്കപ്പാതയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നാഷണൽ ഹൈവേ NH 66 ഇത്രയും പെട്ടെന്ന് സ്ഥലം എടുത്തു കൊടുത്തത്, NH പണിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത്, അതൊക്കെ ചെറിയൊരു മികവൊന്നുമല്ല, വലിയ വളർച്ചയുടെ ഭാഗം തന്നെയാണ്. പക്ഷെ അതിനെയൊക്കെ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന വിധം ഒരുക്കാൻ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല, മറ്റു വകുപ്പുകൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് വലിയ കടക്കണിയും അതേപോലെ സാമ്പത്തിക പ്രയാസങ്ങളും ഒക്കെ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു. ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയും തൊഴിൽ മേഖലയും താഴേക്കടിച്ചത് കൊണ്ട്, പടവലങ്ങ പോലെ വളർന്നതുകൊണ്ട് പുതിയ തലമുറ മുഴുവൻ ഇവിടെ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യങ്ങളൊന്നും മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കണ്ടില്ല. അദ്ദേഹത്തിന് ആഡംബര ജീവിതം നയിക്കുക, ഇപ്പൊ ഇവിടെ നിന്ന് ഇപ്പോ വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ ലോകത്ത് വെറുതെ ഇരുന്ന് കുത്തിയിരുന്ന് കാശിട്ടുന്ന കുറെ കോടീശ്വരന്മാരുണ്ട്. അവരൊക്കെ താമസിക്കുന്ന ഒരു ദിവസത്തേക്ക് ലക്ഷക്കണക്കിന് രൂപ വാടകയുള്ള ഹോട്ടലുകളിൽ താമസിക്കുക, കുടുംബസമേതം ടൂർ അടിക്കുക. പിന്നെ ഒരു മൂക്കിൽ പനി വന്നു കഴിഞ്ഞാൽ കുടുംബസമേതം നേരെ അമേരിക്കയിലേക്ക് പോവുക, പോകുന്ന വഴിക്ക് പട്ടിയും കുട്ടിയും കൂടെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ എല്ലാത്തിനെയും കൊണ്ടുപോവുക. അതായിരുന്നു നിലവിലുള്ള ഒരു ആർഭാട ജീവിതം എന്ന് പറയുന്നത്. അതിനുവേണ്ടി മാത്രമാണ് അദ്ദേഹം സമയം കണ്ടെത്തിയത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിമർശിക്കുന്ന പാർട്ടിക്കുള്ളിലും പുറത്തുമുള്ള മുഴുവൻ ആൾക്കാരെയും കടക്ക് പുറത്തെന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ചോദിക്കുന്ന പാർട്ടിക്കാരോട് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സകലരെയും വെറുപ്പിച്ചത് കൊണ്ട്, അതായത് പിണറായി വിജയൻ എന്ന ഏകാധിപതിയുടെ ധാർഷ്ട്യം ഒന്നുകൊണ്ട് മാത്രമാണ് ബാക്കിയുള്ള മന്ത്രിമാരും കൂടെ തോറ്റ് ഈ നിലയിൽ 40 സീറ്റ് പോലും പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പോയത്. വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയത്. പാർട്ടിക്ക് വലിയ ക്ഷീണമാണ് ഇത് ഉണ്ടാക്കിയത്. പക്ഷേ അങ്ങനെ ക്ഷീണത്തിലിരിക്കുന്ന പാർട്ടിന്റെ ശവമടക്കം നടത്താൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഇനിയിപ്പോ നിയമസഭയിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് അറിയുന്നത്. അതായത് മുഖ്യമന്ത്രിയായി 10 വർഷം ഇരുന്നപ്പോൾ തന്നെ ജനത്തിന് വേണ്ടതായി. ഇനി അധികാരമില്ലാതെ തനിക്ക് ഇരിക്കാൻ പറ്റില്ല. 10-30 സ്റ്റാഫുകളും അതിനു പറ്റിയ സാഹചര്യങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ തനിക്ക് ഇനി രാഷ്ട്രീയ ജീവിതത്തിൽ നിൽക്കാൻ പറ്റില്ല എന്ന സാഹചര്യം കൊണ്ട് ഇനി പാർട്ടിയെ കൂടെ നശിപ്പിക്കാൻ വേണ്ടി നിയമസഭയിലേക്ക് വരാൻ പോവാണ്. സത്യത്തിൽ അദ്ദേഹം ചെയ്യേണ്ടത് ധർമ്മടത്ത് നിന്ന് അദ്ദേഹം രാജിവെച്ചു കഴിഞ്ഞാൽ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് വരും. ആ തെരഞ്ഞെടുപ്പിൽ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ അവിടെ നിന്ന് CPM-ൽ ജയിപ്പിച്ചു വിടുക. പാർട്ടി ഗ്രാമമാണല്ലോ, ഈസിയായിട്ട് ജയിക്കാം. പിണറായി വിജയൻ തോറ്റു എന്നുള്ളൊരു പേരും വേണ്ട, രാജിവെച്ചതാണല്ലോ. എന്നിട്ട് അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലേക്കോ മറ്റെവിടേക്കോ പോയിട്ട് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ അങ്ങനെയാണല്ലോ കൊടുത്തേക്കുന്നത്. പോളിറ്റ് ബ്യൂറോ മെമ്പറൊക്കെ ആയി വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഉന്നത സ്ഥാനത്തേക്കൊക്കെ പോയി രാജ്യമെമ്പാടും CPM-നെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുക. ബംഗാളും ത്രിപുരയൊക്കെ പോയി കിടക്കല്ലേ, അപ്പൊ അവിടേക്ക് ഒന്ന് ബന്ധപ്പെട്ടിട്ട് വീണ്ടും ഭരണം തിരിച്ചു പിടിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക. ഇവിടെ കേരളത്തിൽ 10 വർഷം ഭരിച്ചതിൽ നിന്ന് ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് എന്നതൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ടാവും. ആ പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ ഇറക്കി കഴിഞ്ഞാൽ പോയ ഭരണം തിരിച്ചു പിടിക്കാനൊക്കെ പറ്റും. അപ്പൊ അതിനുവേണ്ടി പരിശ്രമിക്കുന്നതിന് പകരം ഇവിടെ നിയമസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ, പ്രതിപക്ഷ നേതാവായി വന്നു കഴിഞ്ഞാൽ
നിലവിലുള്ള CPM-ന്റെ ഒരു അവസ്ഥ കൂടി പോകുമെന്നതാണ് വസ്തുത. പക്ഷെ ഇത് തുറന്നു പറയാൻ ഒരു പക്ഷേ മറ്റുള്ളവർക്ക് ചിലപ്പോൾ കഴിഞ്ഞോണമെന്നില്ല. പിണറായി വിജയൻ അത് അറിഞ്ഞു ചെയ്യണം. CPM എന്നൊരു പാർട്ടി സത്യത്തിൽ ഇവിടെ വേണം. അദ്ദേഹം നിയമസഭയിൽ വന്നാൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് CPM ഈ കോലത്തിലായിട്ടുണ്ടെങ്കിൽ അടുത്ത ഭരണം കഴിയുമ്പോൾ, അതായത് UDF-ന്റെ ഭരണം കഴിയുമ്പോഴേക്കും CPM-ന്റെ കാര്യം തീരുമാനമായിട്ടുണ്ടാകും. അതിനു വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയതാണ് എന്നാണ് തോന്നുന്നത്. ഒന്നുകിൽ സ്വയം ചിന്തിച്ച് തിരിച്ചറിയണം, അല്ലെങ്കിൽ തിരിച്ചറിയുന്ന ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് മനസ്സിലാക്കണം. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ അധോഗതി എന്നല്ലാതെ എന്താ പറയാൻ. Different angles. Don't forget to subscribe and support this channel.